ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അതിന് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1.5 കിലോ ചിക്കനാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുക്കുക. ശേഷം നമ്മളതിലേക്ക് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനീഗർ എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 25 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വറുത്തെടുക്കുന്നതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചിക്കൻ പീസ് പകുതി മുങ്ങിക്കെടുക്കുന്നത് പോലെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഈ 15 മിനിറ്റിനിടയിൽ നമ്മൾ ചിക്കൻ ഒന്ന് മറിച്ചിടണം കേട്ടോ. അപ്പോൾ 2 സൈഡും വേവാൻ വേണ്ടിയിട്ടാണ്. പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസൊക്കെ വറുത്തെടുക്കണം കേട്ടോ. ഈ സെക്കൻഡ് ബാച്ച് ചിക്കൻ പീസ് എടുത്ത് വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 15 മിനിറ്റ് ടൈം വേണ്ട, അതിനൊന്ന് 10 മിനിറ്റ് ആയിട്ട് കുറയ്ക്കണം. കാരണം ആ എണ്ണയൊക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ എണ്ണയുടെ ചൂടിൽ തന്നെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്, അതുപോലെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.